കല്യാണ കച്ചേരി. ദേവും ആ സമയം കൊണ്ട് തന്നെ കിരണിനെ കണ്ടിരുന്നു. ദേവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കിരണിന്റെ അടുത്തേക്ക് ചെന്നു. അളിയ. ദേവ് കിരണിന്റെ വയറിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവനെ ഇറുക്കിപ്പുണർന്നു. എടാ, നീ ഇവിടെ? പെട്ടെന്ന് ദേവ് കിരണിനോട് ചോദിച്ചു. അതുകൊള്ളാം, ഇതെന്റെ വീടല്ലേ? അത് കേട്ടപ്പോൾ ദേവിനും അമ്പരപ്പ്. കാർത്തിക് സാറിനും ഒരു അനിയനുണ്ടെന്നറിയാം, പക്ഷെ അത് ഇവനാണെന്ന് ഞാൻ ഇന്നാ അറിയുന്നത്. പുഞ്ചിരിയോടെ ദേവ് എല്ലാവരോടുമായി പറഞ്ഞു. എത്ര നാളായിട കണ്ടിട്ട്? ദേവ് കിരണിനെ വിടാൻ ഭാവമില്ലാത്ത പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എടാ, നീ ഇങ്ങനെ ഇവിടെ എത്തി? കിരൺ ദേവിനോട് ചോദിച്ചു. എടാ, ഞാനും കാർത്തിക് സാറും ഒരേ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ആഹാ, അങ്ങനെ വരട്ടെ. മറ്റെല്ലാവരും ആ സമയം ഒന്നും മനസ്സിലാവാതെ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയമെന്ന് പറഞ്ഞില്ല? കാർത്തി അത് ചോദിച്ചപ്പോഴാണ് ദേവ് എല്ലാവരെയും ശ്രദ്ധിക്കുന്നത്. അവരെല്ലാവരും ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുവാനായി ദേവിനെയും കിരണിനെയും നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ബോർഡിങ്ങിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ദേവ് മറുപടി പറഞ്ഞു. ഇപ്പോഴാണ് കാർത്തിക്കിന് ഓർമ്മ വന്നത്. പണ്ട് ബോർഡിങ്ങിൽ നിന്ന കാലം. കിരൺ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ എപ്പോഴും പറയുന്ന കൂട്ടുകാരനെ പറ്റി. അത് ദേവായിരുന്നോ? കാർത്തി സംശയത്തോടെ ഓർത്തു. പിന്നെയും കുറേ സമയം വർത്തമാനങ്ങളും വിശേഷങ്ങളും എല്ലാം പറഞ്ഞിരുന്ന ശേഷം അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. സരസ്വതി ഭൂമിക്കായി വാങ്ങിയ പലഹാരങ്ങളും അവരുണ്ടാക്കിയ കുറച്ചധികം പലഹാരങ്ങളും അവളെ ഏൽപ്പിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ ശേഷമാണ് ദേവിന്റെയും ഗായത്രിയുടെയും വിവാഹം അവരെ ക്ഷണിച്ചത്. ഇൻവിറ്റേഷൻ ലെറ്റർ എല്ലാവർക്കുമായി കൊടുത്ത് അവരെല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടാണ് ദേവും കുടുംബവും മടങ്ങിപ്പോയത്. അവർ പോയതിനു ശേഷമാണ് ബാലേന്ദ്രൻ വന്നത്. എല്ലാവരും കിടക്കാനായി അവരവരുടെ മുറികളിലേക്ക് പോയി. സുഭദ്ര അടുക്കളയ്ക്ക് ഒതുക്കി കിടക്കാനായി റൂമിലേക്ക് പോയപ്പോഴായിരുന്നു ലിവിംഗ് റൂമിൽ ഡിംലൈറ്റ് കിടക്കുന്നത്. അവരങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കാണുന്നത് താടിക്ക് കയ്യും കൊടുത്ത് എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന കിരണിയാണ്. ആ സമയത്തെ അവന്റെ മാനസികാവസ്ഥ സുഭദ്രയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അവന്റെ അടുത്തേക്കിരുന്നു. അഞ്ജലിക്കിപ്പോൾ എങ്ങനെയുണ്ട് കിരൺ? അവന്റെ മുഖത്തെ സങ്കടം അഞ്ജലിയെ ചുറ്റിപ്പറ്റിയാണെന്നറിയേ അവർക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. എടുത്തു പറയാനായിട്ട് കാര്യമായ പ്രോഗ്രസ് ഒന്നുമില്ല. പിന്നെ എഴുന്നേൽക്ക് നടക്കുന്ന കാര്യത്തിൽ പോലും ഡോക്ടർ ഇതുവരെ യാതൊരു ഹോപ്പും പറഞ്ഞിട്ടില്ല. നിന്റെ ഡിസിഷൻ എന്താണ് കിരൺ? നീ കൂടി ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് കരുതിയാണ് അച്ഛൻ ബിസിനസ് ഇത്രയും വിപുലീകരിച്ചത്. ഇപ്പോൾ നിന്റെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്ത് അച്ഛൻ ഒന്നിനും സമയമില്ലാതിരിക്കുന്നു. കാർത്തിയെ കൂടി ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാന്ന് കരുതിയാൽ അവൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അവൻ ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന്. അമ്മേ, കിരൺ എന്തോ പറയാനായി തുടങ്ങിയപ്പോഴേക്കും സുഭദ്ര അവനെ തടഞ്ഞു. നിന്റെ മനസ്സിലിപ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ അതൊക്കെ ആലോചിച്ച് നമ്മൾ ഒരിടത്ത് തന്നെ സ്റ്റക്കായി പോയാൽ ജീവിതം ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. അഞ്ജലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും നീ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കിരൺ. എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി എന്റെ മക്കളെ രണ്ടുപേരെയും കരുവാക്കി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണവർ. ഈശ്വരൻ എന്നൊരു ശക്തി ഉള്ളതിന്റെ ബാക്കിയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അമ്മേ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അഞ്ജലിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് അവളെ വീണ്ടും കൊണ്ടുവരണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എന്തുദ്ദേശത്തോടെയാണ് അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് മനസ്സിലായപ്പോൾ തന്നെ അഞ്ജലിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഏകദേശം അവസാനിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചയാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുമ്പോൾ നമുക്ക് അവരോട് പണ്ടത്തെ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ച് പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നും അവിടെ പോയി കാണുന്നതും അവളുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതും. നീ പറയുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകും മോനെ. പക്ഷെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടി നീയൊന്ന് ആലോചിക്കണം. ഇങ്ങനിരുന്ന് ഉറക്കം കളയണ്ട. ചെന്ന് കിടക്ക്. സുഭദ്ര അത് പറഞ്ഞതും കിരൺ പതിയെ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുകളിലെ അവന്റെ മുറിയിലേക്ക് പോയി. സുഭദ്ര റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ കട്ടിലിൽ ഉണർന്നിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ ആലോചനകളായിരുന്നു അയാൾ. ബാലേട്ട, എന്താണ് ഇത്ര കാര്യമായിട്ടുള്ള ആലോചന? ഒന്നുമില്ലടോ, ഞാൻ കിരണിനെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അവന്റെ ലൈഫ് പാതിയിൽ പറഞ്ഞു നിർത്തി ബാലൻ.
ഞാനിപ്പോൾ അതേപ്പറ്റി അവനോട് സംസാരിച്ചേ ഉള്ളൂ. താൻ എന്തു പറഞ്ഞു അവനോട്? ജീവിതത്തിൽ സ്റ്റക്കായി പോകരുതെന്ന്. നമുക്ക് ചുറ്റും കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതം മുന്നോട്ട് നിവർന്നു കിടക്കുകയല്ലേ. പിന്നെ അഞ്ജലിയെപ്പോലൊരു പെണ്ണിനെ ഓർത്ത് അവൻ അവൻ്റെ സമയവും സന്തോഷവും കളയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം എന്തുദ്ദേശത്തിലാണ് അവൾ കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താനായിട്ടിനി അവനോട് ഒന്നും പറയാൻ നിൽക്കണ്ട. അവൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കട്ടെ. അതൊക്കെ നമുക്ക് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. ബാലേന്ദ്രന്റെ സംസാരം കേട്ടപ്പോൾ സുഭദ്രയ്ക്കും തോന്നി അത് തന്നെയാണ് ശരിയെന്ന്. അയാൾക്ക് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൾ കിടക്കയിലേക്ക് കിടന്നു. 5 മാസങ്ങൾക്കിപ്പുറമുള്ളൊരു പുലർക്കാലം. ബെഡിൽ സുഖമായി ഉറങ്ങുകയാണ് ഭൂമി. അവൾക്കരികിൽ തന്നെ അത്യാവശ്യം നന്നായി വീർത്ത അവളുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് കാർത്തിയും കിടപ്പുണ്ട്. ഇരുവരും നല്ല ഉറക്കത്തിലാണ്. ഭൂമിക്കിപ്പോൾ 5-ാം മാസം കഴിയാറായി. രാവിലത്തെ 6 മണി അലാറം കേട്ട് ആദ്യം ഉണർന്നത് കാർത്തിയാണ്. ഭൂമിയാണെങ്കിൽ അലാറം അടിച്ചെന്നു പോലും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ്. അതിന് കാരണം മറ്റൊന്നാണ്. രാത്രി മുഴുവനും അവൾക്ക് വല്ലാത്ത ഛർദിലായിരുന്നു. സാധാരണ സ്ത്രീകൾക്ക് ഗർഭത്തിന്റെ 3-ഓ 4-ഓ മാസത്തിലാണ് ഛർദിലെങ്കിൽ ഭൂമി ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഛർദിൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും അവൾക്കുണ്ട്. എങ്കിൽ പോലും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്ന ഒരു വാശിയുമുണ്ട്. ഓവറായിട്ട് ആരെങ്കിലും കെയർ ചെയ്ത് ചെന്നാൽ അപ്പ ചോദിക്കും, എനിക്കെന്താ വല്ല അസുഖമാണോന്ന്. അലാറം ഓഫ് ചെയ്ത് കണ്ണു തിരുമ്മി കാർത്തി ആദ്യം നോക്കിയത് ഭൂമിയുടെ മുഖത്തേക്കാണ്. ഇടദോഷം ചെരിഞ്ഞു കിടക്കുന്നവളുടെ വലം കൈ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്താതെ കാർത്തി പതിയെ വാഷ്റൂമിലേക്ക് നടന്നു. ഫ്രഷായി ഇറങ്ങി വന്നു. പിന്നെ പതിയെ ഭൂമിയെ തട്ടി വിളിച്ചു, എടോ എഴുന്നേൽക്ക്, നേരം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ? ഒരുപാട് നേരമായോ കണ്ണേട്ടാ? ഭൂമി പതിയെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. 6:30 താൻ എഴുന്നേറ്റ് വേഗം ഫ്രഷാവ്. ഭൂമി പതിയെ കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്നാണ് ദേവും ഗായത്രിയും വിവാഹിതരാകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ ദൂരമുണ്ട് അവരുടെ വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക്. ദേവിന്റെയും ഗായത്രിയുടെയും കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് വിവാഹമൊക്കെ. മറ്റ് ചടങ്ങുകളെല്ലാം അവരുടെ തറവാട്ടിൽ വെച്ചും. ഭൂമി ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും കാർത്തി ഒരു വയലറ്റ് കളർ കുർത്തിയും ഗോൾഡൻ കര മുണ്ടുമുടുത്ത് മുടി ചീകിക്കൊണ്ട് നിൽക്കുകയാണ്. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുടിയിലെ ടവൽ അഴിച്ചു മാറ്റി. നനഞ്ഞ മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയ ശേഷം അലമാരയിൽ നിന്നൊരു വയലറ്റ് കളറുള്ള കാഞ്ചീപുരം സാരി എടുത്തു. വിവാഹത്തിന് ഉടുക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. അതും അതിന്റെ അനുബന്ധ സാധനങ്ങളും അവൾക്ക് നിടാനായിട്ടുള്ള ഓർണമെന്റ്സും എല്ലാം അവൾ കയ്യിലേക്ക് എടുത്തു. സാരി ഞാൻ ഉടുപ്പിക്കട്ടെ ഭദ്രേ? കാർത്തി ഒരു വഷളം ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു വന്നു. അയ്യടാ, സാരി ഉടുപ്പിക്കാൻ വന്നേക്കുന്നു. സാരി ഉടുപ്പിച്ചുടുപ്പിച്ചാ ഞാനീ വിധവായത്. നന്നേ വീർത്ത വയറിൽ ഒന്ന് തലോടിക്കൊണ്ടവൾ അവനെ നോക്കി പറഞ്ഞു, ഞാൻ താഴെ പോയി അമ്മയെ കൊണ്ട് ഉടുപ്പിച്ചോളാം. അതും പറഞ്ഞ് ഭൂമി നേരെ സുഭദ്രയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അതേസമയം സുഭദ്ര റെഡിയായി കഴിഞ്ഞ് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഭൂമിയെ കണ്ടതും അവർ അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി. താലിമാല കൂടാതെ ഒരു നഗാസ് നെക്ക് സെറ്റും കയ്യിൽ 2 ലക്ഷ്മി വളകളും കാതിൽ കാർത്തി അവൾക്ക് വാങ്ങി നൽകിയ ജിമുക്കയും മാത്രം. റെഡിയായി ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ഭൂമിക്ക് അടുത്തേക്ക് ഫ്രിഡ്ജിൽ നിന്നും കുറച്ചധികം മുല്ലപ്പൂക്കളുമായി സുഭദ്ര വന്നു. ആഹാ, ഇതെപ്പോ വാങ്ങി? ഭൂമി ചോദിച്ചു. ഇത് ഇന്നലെ ബാലേട്ടൻ വന്നപ്പോൾ വാങ്ങിയതാ, സുഭദ്ര പറഞ്ഞുകൊണ്ട് പൂക്കൾ അവളുടെ മുടിയിലേക്ക് വെച്ചു കൊടുത്തു. 5 മാസങ്ങൾക്ക് മുമ്പുള്ള സുഭദ്രയുടെ സംസാരം തന്നെയായിരുന്നു കിരണിന്റെ ജീവിതത്തിൽ പ്രകാശമായി മാറിയത്. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അഞ്ജലിയെ ചതിച്ചു എന്നുള്ള കുറ്റബോധത്തിൽ നീറിയിരുന്ന കിരണിന്റെ മനസ്സിലേക്ക് സുഭദ്രയുടെ വാക്കുകൾ വരുത്തിയ മാറ്റം അത്ര ചെറുതല്ലായിരുന്നു. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം അവൻ ദുബായിലേക്ക് തിരികെ പോയി. ബാലേന്ദ്രന്റെ ദുബായിലെ ബിസിനസ്സുകളുടെ ചുമതല പഴയതുപോലെ തന്നെ കിരൺ ഏറ്റെടുത്തു.
ദേവിന്റെ വിവാഹം പ്രമാണിച്ച് ഇന്നലെ ദുബായിൽ നിന്നും തിരികെ വന്നതാണ് കിരൺ. അതും വെറും 3 ദിവസത്തെ ലീവിന്. ഭൂമിയും സുഭദ്രയും ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കാർത്തിയും കിരണും റെഡിയായി താഴേക്ക് വന്നത്. പിന്നീട് ബാലേന്ദ്രൻ കൂടി വന്നതോടെ അവർ ദേവിന്റെയും ഗായത്രിയുടെയും വിവാഹം നടക്കാൻ പോകുന്ന അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഭൂമിക്ക് ഒരുപാട് നേരം കാറിലിരിക്കാൻ പാടായതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നിർത്തിയാണ് അവർ പോയത്. എങ്കിലും കൃത്യസമയത്ത് തന്നെ അവർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭൂമിയെയും കാർത്തിയെയും കണ്ടപാടെ ദേവും ഗായത്രിയും അവൾക്കരികിലേക്ക് വന്നു. വിവാഹവേഷത്തിൽ നിൽക്കുന്ന ദേവിനെയും ഗായത്രിയെയും കണ്ണു നിറച്ച് കണ്ടു ഭൂമി. ഒപ്പം അവർ നല്ല ജോഡിയാണല്ലോ എന്ന് അവൾ മനസ്സിൽ കരുതി. യാത്രയ്ക്ക് സുഖമായിരുന്നോ ഭൂമി? ഭൂമിയുടെ കവിളിൽ കൈ വെച്ചുകൊണ്ട് അരുമയായി ഗായത്രി അവളോട് ചോദിച്ചു. സുഖമായിരുന്നു ചേച്ചി. അപ്പോഴേക്കും ഗായത്രിയും ദേവിനെയും ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോഗ്രാഫർ വിളിച്ചു. അവരിരുവരും അവിടേക്ക് പോയി. ഇപ്പോഴും പണ്ടത്തെ പഴമ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കുടുംബമാണ് ദേവിന്റെയും ഗായത്രിയുടെയും. അതിന്റെ വലിയൊരു കയ്യൊപ്പ് തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും ഭൂമിക്ക് കാണാൻ സാധിച്ചു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇലകൾ വള്ളി പടർന്ന് പേരറിയ പൂക്കളുമൊക്കെയായി മനോഹരമായ ഒരു കാവ്. അതിന് തൊട്ടരികിൽ തന്നെയാണ് ദേവി പ്രതിഷ്ഠ. ദേവിയുടെ നടക്കുന്ന ഒരു കൽവിളക്കാണ്. ഒരാൾ പൊക്കത്തിലുള്ള കൽവിളക്ക് നിറഞ്ഞു കത്തുകയാണ്. കാവിൽ നന്നായി കാറ്റ് വീശുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം എന്നതുപോലെ തന്നെ മരങ്ങളെല്ലാം ആടി ഒലയുന്നുണ്ട്. പക്ഷെ കൽവിളക്കിലെ തിരികൾക്കൊന്നും ചെറിയൊരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല. തിങ്ങി നിറഞ്ഞ മരച്ചിലകൾക്കിടയിലൂടി ഇളമ്പയിൽ തിടുക്കപ്പെട്ട് കടന്നു വരുന്നുണ്ട്. കാവിന്റെ മരച്ചിലകളിലിരുന്ന് കിളികൾ ചിലയ്ക്കുന്നുണ്ട്. കാവിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് മിഴികൾ ഊന്നിയ ഭൂമിയുടെ കണ്ണുകൾ അതിന്റെ മുക്കും മൂലയിലൂടെ സഞ്ചരിച്ചു. അതേസമയം തന്നെ സരസ്വതി ഓടി വന്നിട്ട് ഭൂമിയുടെ കയ്യിൽ പിടിച്ചത്. തൊട്ടരികിൽ നിന്ന് സുഭദ്രയോട് വിശേഷങ്ങൾ ചോദിക്കാനും സരസ്വതി മറന്നില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? അതെ അമ്മേ. അപ്പോഴേക്കും കൂടി നിന്ന കാരണവന്മാരിൽ ആരോ പറഞ്ഞു മുഹൂർത്തത്തിന് സമയമായി എന്ന്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ദേവ് ഗായത്രിയുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. കൂടെ നിന്നവരെല്ലാവരും മനസ്സറിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. പിന്നീട് എല്ലാവരും അവരുടെ തറവാട്ടിലേക്ക് നടന്നപ്പോൾ കാവിൽ വധൂവരന്മാർ മാത്രം അവശേഷിച്ചു. ഫോട്ടോഗ്രാഫർ അവർക്കായുള്ള പോസുകൾ പറഞ്ഞു കൊടുത്തു. വിവാഹം കഴിഞ്ഞ ശേഷം വധൂവരന്മാർക്ക് ഇരിക്കാനുള്ള സ്റ്റേജും ഊട്ടുപുരയും എല്ലാം തറവാടിനോട് ചേർന്ന് തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം സരസ്വതി ഗായത്രി തറവാട്ടിലേക്ക് വീണ്ടും വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. അതോടെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അവരുടെ തറവാടിനോട് ചേർന്നൊരു കുളമുണ്ടെന്നറിഞ്ഞ് കാർത്തിക്കുമായി അവിടേക്ക് പോയതാണ് ഭൂമി. താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ കുളം കണ്ടതും അതിശയമിടർന്ന കണ്ണുകളോടെ ഭൂമി അവിടെ തന്നെ നിന്നു. കാർത്തിക് കൽപ്പടവിലേക്ക് ഇരുന്നുകൊണ്ട് ഭൂമിയെ പതിയെ തനിക്കടുത്തേക്ക് ചേർത്തിരുത്തി. എന്ത് ഭംഗിയാണല്ലേ കണ്ണേട്ട ഇവിടെയൊക്കെ കാണാന്. ഇഷ്ടായോ തനിക്ക് ഈ സ്ഥലം? ഭൂമി അവനെ നോക്കി തല കുലുക്കി കാർത്തിയുടെ തോളിലേക്ക് ചാഞ്ഞു. കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കി നിശ്ചലയായി ഇരിക്കുകയാണ് ഭൂമി. കുറച്ചു സമയം ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തെല്ലാമോ ആയിരുന്നു. അപ്പോൾ തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫർ ദേവിനെയും ഗായത്രിയെയും കൂട്ടി കുളക്കടവിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നത്. ഭൂമിയും കാർത്തിക്കും പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഫോട്ടോഗ്രാഫർ അവരുടെ ഒരു ചിത്രം എടുത്തു. ശേഷം ദേവും ഗായത്രിയും കാർത്തിയും ഭൂമിയും ചേർന്ന് 4 പേരും മറ്റൊരു ചിത്രം കൂടി എടുത്തു. അവർക്ക് ഫോട്ടോഗ്രാഫിക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് ഭൂമിയും കാർത്തിക്കും ദേവിന്റെയൊക്കെ തറവാട്ടിൽ പോയി. രാവിലെ അത്രയും നേരം യാത്ര ചെയ്തു വന്നതുകൊണ്ടും പിന്നെ ഭൂമിക്ക് വൈകിട്ടതുപോലെ യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അവരന്ന് പോയില്ല. അവരന്ന് ദേവിന്റെ വീട്ടിൽ തങ്ങി. ആ രാത്രി ഭൂമിക്കും കാർത്തിക്കും ഒക്കെ മറക്കാൻ പറ്റാത്തൊരു രാത്രിയായിരുന്നു. രാത്രിയായപ്പോൾ തന്നെ ദേവിന്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും വന്നു. പാട്ടും ഡാൻസും ഒക്കെയായി പുലർച്ചെ എപ്പോഴുമാണ് എല്ലാവരും ഉറങ്ങാനായി വന്നു. പിന്നീട് രാവിലെ തന്നെ ഭൂമിയൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള യാത്ര തിരിച്ചു. തുടരും നാളെ ഉറപ്പായും ലാസ്റ്റ് പാർട്ട്.
ഞാൻ വാക്കു മാറ്റില്ല കേട്ടോ.